ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതിയോളൊക്കെ ക്യാബേജ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് നമ്മൾ എത്രത്തോളം ക്യാബേജ് എടുക്കുന്നോ അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം, അത്ര വളരെ കുറച്ച് മതിയാവും ക്യാരറ്റ്. അപ്പോൾ അതും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ 3 ടേബിൾ സ്പൂൺ മയോണൈസ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസ് നിങ്ങൾക്ക് ഇത്തിരി കൂടിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രീമി ആയിട്ട് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മയോണൈസ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഞാനിതിലേക്ക് ചിക്കൻ കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മി വെച്ചിട്ട് വറുത്തെടുത്തിട്ട് അത് ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് വളരെ കുറച്ച് മതിയാവും. അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്താണ് ഇതിൽ കൂടുതലായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ എങ്ങാനും കുറച്ച് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഒരു ഗ്ലാസ് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. അതിനുശേഷം സൈഡിലുള്ള ബ്രെഡൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ബ്രെഡിൻ്റെ സൈഡൊക്കെ ശരിക്കും ഒട്ടിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചില ഭാഗങ്ങളൊന്നും ചിലപ്പോൾ അങ്ങനെ കിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്തിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടും തന്നെ അധികം കുറച്ച് ഗ്യാപ്പായാലും കുഴപ്പമില്ല, അധികം ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ 2 സൈഡും ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയാണ് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നന്നായി ഒന്ന് മുക്കി കൊടുക്കുക. 2 സൈഡും സൈഡ് ഭാഗമൊക്കെ മുക്കി കൊടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ 4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കാം, കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ വേണ്ടൂ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമ്മളിതൊന്ന് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമ്മൾക്ക് ഇതൊന്ന് നടുഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് ഫില്ലിങ് വെക്കാനായിട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് ടൊമാറ്റോ സോസ് ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 3 എണ്ണം കട്ട് ചെയ്ത് ഉള്ളിൽ ടൊമാറ്റോ സോസ് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഈ ഫില്ലിങ് നിറച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.